അസ്സലാമു ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ശ്രഗ് മോഡൽ അബായയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൾട്ടി കളർ സൂമിൻ്റെ ഗ്ലേസിംഗ് ഉള്ളൊരു മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ശ്രഗിന് വേണ്ടിയിട്ട്. അകത്ത് ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു പുതിയ മെറ്റീരിയലാണ് അകത്ത് ഇന്നറിന് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് താഴ്ഭാഗത്ത് പ്ലീറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ശ്രഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ശ്രഗിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 58 ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത്. 3.5 മീറ്ററിലായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിത് നല്ല അടുക്കിയിട്ടാണ് ഇതിൻ്റെ താഴ്ഭാഗത്തെ പ്ലീറ്റുകൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതിൻ്റെ വീതിയുടെ ഭാഗത്തു നിന്ന് 2ആയിട്ട് മടക്കിയിട്ട് തിരിച്ച് താഴേക്ക് ഇങ്ങനെ മടക്കിയിടണം. ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 52 ഇഞ്ചാണ് ഈ അബായയുടെ ഫുൾ ലെങ്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴ്ഭാഗത്ത് പ്ലീറ്റ് വെക്കുന്നത് കൊണ്ട് 42 ഇഞ്ചാണ് എടുക്കുന്നത്. 42 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഇതൊരു എക്സൽ സൈസ് അബായയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡർ 4.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. 4.5 ഇഞ്ച് എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ആം ഹോൾ എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 7.5 ഇഞ്ച് മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എടുത്തിട്ട് ആ എൻഡ് ഭാഗത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്താണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷോൾഡറിൻ്റെ ഭാഗം എടുത്ത ഭാഗത്തു നിന്ന് താഴേക്ക് 7.5 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് അതിനുള്ളിൽ റൗണ്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇത് ശ്രഗാണ്, ശ്രഗിന് നെക്കിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ ഓർക്കാണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഇന്നർ ഈ അളവ് തന്നെ ചെയ്താൽ മതി. ഇതുപോലെ 6 ഇഞ്ച് നെക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തന്നെ കറക്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതേ അളവിന് തന്നെ നമ്മൾ അകത്തുള്ള ശ്രഗ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ശ്രഗിൻ്റെ ഓർമ്മയിൽ ഈ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതായിരുന്നു. അതിന് ശേഷമാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. അത് ഞാൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ മോൾ ഭാഗം സ്ട്രെയിറ്റ് ചെയ്ത് ബാക്ക് സ്ട്രെയിറ്റ് നെക്കാണ് വരുന്നത്. അതുകൊണ്ട് കഴുത്ത് ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട് നെക്ക് മാത്രം ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലെ ബാലൻസ് പീസിൽ നിന്ന് ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഒരു മടക്കൂടെ മടക്കി ഇങ്ങനെ 4ആക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 24 ഇഞ്ചാണ് ഈ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. 23 വേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ആം ഹോളിൻ്റെ 4 ഇഞ്ച് ഷേപ്പും മാർക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിരി അംബ്രല്ല ടൈപ്പ് കൈയാണ്. എന്നിട്ട് അതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ആ വീതിയുടെ ഭാഗത്തു നിന്ന്. എന്നിട്ട് ഒരു 13 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ പ്ലീറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ബാലൻസ് പീസ് എല്ലാം തന്നെ ഇങ്ങനെ ഈ 13 ഇഞ്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാലൻസ് പീസുകളെല്ലാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ശ്രഗിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഞാനിങ്ങനെ ഫാഷൻ മേക്കറിൽ വെച്ചിട്ട് ചെറുതായിട്ട് സിഗ്സാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിഗ്സാഗ് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒരു ബെൽ ടൈപ്പിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സ്ലീവിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് ഞാൻ നേരത്തെ എടുത്തിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് ഒരു 3/4 ഇഞ്ച് വീതിയുള്ള ഫ്രില്ലുകളാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഉള്ളിലോട്ടും ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചോളം ഉള്ളിലോട്ട് കയറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ താഴ്ഭാഗം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇങ്ങനെ ഫുള്ള് മെറ്റീരിയൽ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 പീസ് യോജിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ശ്രഗിൻ്റെ 2 സൈഡും 4 ഇഞ്ച് വീതിയിൽ ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആ നടുഭാഗം കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഭാഗത്ത് ചെറുതായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ എൻഡ് ഭാഗത്ത് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ആ ഫ്രില്ല് വെച്ച് യോജിപ്പിച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ 2 പോർഷനും സ്റ്റിച്ച് ചെയ്തിട്ട് ആ ബാക്ക് പോർഷൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിലായിട്ട് ഈ 2 സൈഡും ഈ ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ 2 സൈഡും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഒരു 2.5 ഇഞ്ച് വീതിയുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ തന്നെയാണ് വെക്കുന്നത്. വെച്ചിട്ട് തിരിച്ച് ബാക്കിലേക്ക് മറിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിൽ അത് മടക്കിയിട്ട് വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ ബാക്ക് നെക്ക് 1.5 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഇങ്ങനെ സ്ലീവ് ഇതിൽ വെച്ച് പിടിപ്പിക്കാം. സെൻറ്റർ ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് താഴ്ഭാഗത്തേക്ക് ആം ഹോളിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുത്ത് ഫുള്ളും അടുത്ത ആം ഹോളിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുക്കുമ്പോൾ 2 സ്റ്റിച്ചും ആയിട്ടുണ്ടാവും. ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ലോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഈ അളവിന് ആ ആളിൻ്റെ അളവിന് മാർക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ ഫ്രില്ല് വെച്ച ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. ആ എൻഡ് ഭാഗത്ത് ഞാനിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇത് രണ്ടും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ തയ്യൽ വന്നിട്ട് ഇങ്ങനെ പുറത്തോട്ട് കാണുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ നേരെ ഇതിൻ്റെ ഫുള്ളും റൗണ്ടിനാണ് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ശേഷം ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ സിഗ്സാക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അസ്സലാമു അലൈക്കും.